കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് പാലങ്ങളാണ് കിഫ്ബി വഴി നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് 1.5 കിലോമീറ്റർ നീളമുള്ള പാലം, ഒറ്റ പഞ്ചായത്തിന് വേണ്ടി. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്ക് നിങ്ങൾക്കറിയാം. ഒരു ജില്ല, വളരെ ചെറിയ ഒരു ജില്ല, അതും പ്രധാനമായിട്ട് ആദിവാസികളുടെ കേന്ദ്രം, അതാണ് വയനാട്. ആ വയനാടിലേക്കുള്ള ദൂരം 10-20 കിലോമീറ്റർ കുറക്കാൻ 8-8.5 കിലോമീറ്റർ ദൂരം തുരങ്കപ്പാത. അവിടെ ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ ബ്ലോക്കായി പോകും. അതുകൊണ്ട് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു തുരങ്കപ്പാത വേണം, ഇരട്ട തുരങ്കം വേണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ആലോചിച്ചു, എസ്റ്റിമേറ്റ് തയ്യാറാക്കി. എത്രയാ കൂടി? 2134 കോടി. ഒരു ജില്ലക്ക് വേണ്ടി, ഒരു വളരെ ചെറിയ ഒരു ജില്ലക്ക് വേണ്ടി കേരള ഗവൺമെൻറ് കിഫ്ബി വഴി ചെലവാക്കിയത് 2134 കോടി റുപ്യയുടേതാണ്. വേറെ ആർക്കെങ്കിലും ഇത് ആലോചിക്കാൻ സാധിക്കുമോ? അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു, ഞാൻ പൊരുതി മരിച്ചാലും ഈ തുരങ്കപ്പാതയെ അനുവദിക്കില്ല, ഈ തുരങ്കപ്പാതയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞയാളാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശൻ ഇപ്പോഴും മാറ്റി പറഞ്ഞു, പരിസ്ഥിതി ആഘാതം പരിശോധിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വി ഡി സതീശൻ ഇപ്പോൾ നല്ലൊരു പേര് കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? നുണേശൻ. സതീശനല്ല, നുണേശനാണ്. രാവിലെ എഴുന്നേറ്റാൽ നുണ തുടങ്ങും. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു നുണ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകളുടെ ഭവനവും സ്വത്തും സമ്പത്തും എല്ലാം പോയപ്പോൾ ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് KPCC പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ K. സുധാകരനാണ്. സുധാകരൻ ഒരൊറ്റ പൈസ കൊടുക്കാൻ പാടുള്ളൂ കോൺഗ്രസ്സുകാരോട്. നമ്മൾ പൈസ പിരിക്കും, എന്നിട്ട് ദുരന്ത നിവാരണത്തിന് ഞങ്ങൾ ഫണ്ടുണ്ടാക്കി ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു നയാ പൈസ കൊടുക്കാൻ പാടില്ല, നിങ്ങൾ അഡ്വാൻസും കൊടുക്കാൻ പാടില്ല. അവർ അത് കത്തിച്ചു, സർക്കുലർ കത്തിച്ചു. NGO യൂണിയൻ്റെ കോൺഗ്രസ്സുകാർ. അവസാനം അവർ വിചാരിച്ചത്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ നമ്മൾ സഹായിച്ചത് എങ്ങനെയാ? നമുക്ക് പണം തരുകയോ ഇല്ല, ബാങ്കിലെ കടം പോലും എഴുതിത്തള്ളിയില്ല, ഹൈക്കോടതി ഇടപെട്ടിട്ടും തള്ളിയില്ല. മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് പണം തരാം എന്ന് സമ്മതിച്ച രാജ്യങ്ങളോട് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുകയും തരികയും ചെയ്തില്ല. പണ്ട് ഗുജറാത്ത് കുഴപ്പമുണ്ടായപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി. പക്ഷെ നമുക്ക് ദുരന്തം വന്നപ്പോൾ വാങ്ങാൻ പാടില്ല, പൈസ തന്നില്ല. പക്ഷെ ജനങ്ങൾ നല്ലപോലെ പൈസ തന്നു. DYFIക്കാർ 20 കോടി റുപ്യ കൊടുത്തത് പിരിച്ചിട്ടല്ല, അവർ കഠിനാധ്വാനം ചെയ്തിട്ട്, ആക്രി പൊറുക്കിയിട്ട്, അതുപോലെ തന്നെ മറ്റ് പല പണികളെടുത്തിട്ട് 20 കോടി റുപ്യ ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിൽ നൽകി. അവർ പറഞ്ഞത് 25 വീട് ഞങ്ങൾ നൽകുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, നിങ്ങൾ DYFI 25 വീടാണ് കൊടുക്കുകയെങ്കിൽ ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്ന് രാഹുൽ മാക്കൂട്ടത്തിലാണ്. രാഹുൽ മാക്കൂട്ടം പണം പിരിക്കാൻ തുടങ്ങി. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചു. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ 100 വീട്. രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ 100 വീട്. അപ്പോൾ 100, 100, 200. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വീട് 30, 230 വീട്. ഞങ്ങൾ 230 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞു, ഞങ്ങൾ വീട് കൊടുക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല, വീട് കൊടുക്കാൻ പോവാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ പോയി നോക്കി, അവിടെ വെറും ശൂന്യമായി കിടക്കുകയാണ്. ഒരു കല്ല് പോലും വെച്ചിട്ടില്ല, ഒരു പണിയും തുടങ്ങിയിട്ടില്ല. ഒരു പണിയും ഇവർക്ക് അടുത്ത കാലത്തൊന്നും തുടങ്ങാനും പറ്റൂല. കാട്ട് മുടിക്കുന്ന കുറേ എണ്ണം കോൺഗ്രസ് പറഞ്ഞ് നടക്കുക. എത്ര കോടി പിരിച്ചു എന്നുള്ളതിന് കണക്കില്ല. എവിടെയാ നിങ്ങൾ പിരിച്ച പണം ഉള്ളത് എന്നുള്ളതിന് കണക്കില്ല. ആരെ കയ്യിലാണ് ഈ പണം ഉള്ളത് എന്നുള്ളതിന് കണക്കില്ല. ഒരിക്കൽ പറഞ്ഞു പ്രസിഡന്റ് സണ്ണിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് എന്നാണ്. ഇവർ രണ്ടാളിപ്പോൾ മത്സരിക്കുകയാണ്. ഒരാൾ പറവൂർ മത്സരിക്കുന്നു, മറ്റൊരാൾ പേരാവൂർ മത്സരിക്കുന്നു.
അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇവന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം ഇത്ര പണം അത് ഇന്ന ആവശ്യത്തിന് എന്ന് പറയണ്ടേ? രണ്ടാളും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ ഏത് സംയുക്ത അക്കൗണ്ട്? ഒരക്കൗണ്ടും ഇല്ല. എല്ലാം സ്വാഹ. നായനാഥ് പറയുന്ന പോലെ സ്വാഹ.